ഷഹനാസിന്റെ ഉമ്മയ്ക്കും ഫാമിലിക്കും ഒരു ഉമ്മ കേട്ടോ. കാരണം തീർച്ചയായിട്ടും ഒരു മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് കുഴപ്പമില്ലെങ്കിൽ നാട്ടുകാർക്ക് തന്നെ ആയിരിക്കും കല്ലുകടി. സത്യം. അപ്പൊ ഈ ഉമ്മയൊക്കെ ഇങ്ങനെ കലോത്സവ വേദികളിൽ കൊണ്ടുപോകുമ്പോൾ ഡാൻസ് പഠിപ്പിക്കുമ്പോഴും എന്തൊക്കെ കുത്തുവാക്കലുകൾ കേട്ടിട്ടുണ്ട്? ഒരുപാട് കേട്ടിട്ടുണ്ട്. നീ എന്തിനാ കൊണ്ടുപോകുന്നേ, അതിന് പകരമായിട്ട് കൊച്ചിനെ ഇവിടെ എടുത്ത് പഠിപ്പിച്ചാ പോരെ, അങ്ങനെ ഇങ്ങനെ എല്ലാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്റെ ഉമ്മായും വാപ്പായും കാത് കേൾക്കാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിലെ വരത്തില്ല. എന്നെ ഞാനാക്കിയത് ഉമ്മയാ. സത്യം, ഉമ്മായും വാപ്പായും കൂടെ. ഇന്ന് ഉമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തോ അവരോട് പറയാനുള്ളത്? താങ്ക് യു സോ മച്ച്. കാരണം എന്നെ ഇത്രയും എത്തിച്ചത് എന്റെ ഉമ്മായും വാപ്പായും ആണ്. അത് ഞാൻ ഇനി എത്ര ജന്മം എടുത്താലും ആ കടപ്പാട് എനിക്ക് തീർക്കാൻ പറ്റത്തില്ല. താങ്ക് യു, ലവ് യു. എനിക്കല്ലല്ലോ, ഉമ്മയ്ക്ക്. ഉമ്മാക്ക. ചിലപ്പോ നമ്മൾ പണ്ടൊക്കെ നമ്മളോട് ആൾക്കാർ ചോദിക്കും എന്താകണം, ഡോക്ടർ ആകണം, വക്കീലാവണം, പൈലറ്റ് ആവണം. കുട്ടിക്കാലത്ത് തന്നെ അഭിനയം തന്നെ ആയിരുന്നു ആഗ്രഹം? എനിക്ക് നല്ലൊരു ഡാൻസ് പെർഫോമർ ആവണം എന്നായിരുന്നു എന്റെ കുട്ടിക്കാലത്തെ ആഗ്രഹം. അത് പെട്ടെന്ന് അഭിനയമായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം എനിക്ക് അഭിനയത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഡാൻസ് കളിക്കുമ്പോഴും എനിക്കത് ഞാൻ ഡാൻസ് കളിക്കുമ്പോഴും അതിലും അഭിനയിച്ചാണല്ലോ ചെയ്യുന്നത്, ഒരു ക്യാരക്ടർ ആണല്ലോ ഞാനും അതിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ അതെന്ന് പറയുന്ന ഒരു ബിഗ് സ്ക്രീനിൽ എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ അവിടെ നിന്ന് ഞാൻ ഇവിടം വരെ വന്നല്ലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്നെ ടി വി കാണുമ്പോൾ എന്റെ പാരന്റ്സ് ആയിരുന്നാലും എന്റെ ഫ്രണ്ട്സ് ആയിരുന്നാലും ദേ വന്നല്ലോ എന്ന് പറഞ്ഞൊരു സന്തോഷം കാണിക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. അത് അങ്ങനെ തന്നെ പോട്ടെ. പഠിച്ച സ്കൂളിലെ ഫെയിം ആയതിനു ശേഷം തിരിച്ചു പോകുമ്പോഴുള്ളൊരു അനുഭവം എന്തായിരുന്നു? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ +1 +2 പഠിച്ച മലയങ്കീഴ് സ്കൂളിലാണ്, ഗേൾസില്. സോ അവിടെ ഒരു ഇനോഗ്രേഷൻ വന്നപ്പോ ഫസ്റ്റ് വിളിച്ചത് എന്നെയാണ്. അപ്പോ എനിക്ക് അവിടെ പോവാനും കുട്ടികൾക്ക് ഇങ്ങനെ പ്രൈസ് ഒക്കെ കൊടുക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞായിരുന്നു, ഞാനും ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരുന്ന ഒരാളാണ്. ആ ഒരു വേദിയിൽ നിന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്റെ ടീച്ചേഴ്സ് ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറയും, ഷഹനാസെ ഇങ്ങനെയാണ്, ഈ സ്ക്രീനിൽ നിന്നെ കണ്ടു, പക്ഷെ നീ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യണം. എന്നെ കറക്റ്റ് ചെയ്യും, ഇപ്പോഴും കറക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്യാൻ ഒരാൾ വേണം. ഉറപ്പായിട്ടും. പക്ഷെ എന്നെ ഇപ്പോഴും കറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം. കാരണം അവര് നമ്മളെ മറക്കുന്നില്ലല്ലോ. എത്രയോ കുട്ടികൾ ഉണ്ടാവും, അതിൽ നിന്നൊക്കെ നമ്മൾ ഓർത്ത് വെക്കണമെങ്കിൽ നമ്മൾ അത്രയും അവർക്ക് ഇമ്പോർട്ടന്റ് ആണെന്നല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ആ സ്കൂളിൽ പോകാൻ പറ്റിയതും സന്തോഷം. ഈ പൂച്ചക്കണ്ണിന്റെ രഹസ്യം എന്തുവാ? വാപ്പാടെ കണ്ണാണ്. എന്റെ വാപ്പാക്ക് പൂച്ചക്കണ്ണാണ്. സോ അത് എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നു, എന്റെ വാപ്പാക്ക് നന്നായിട്ട് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ. ഹസ്ബൻഡ് ഒക്കെ സപ്പോർട്ടാണ്? എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് സപ്പോർട്ടാണ്. പുള്ളി സരിഗമപ്പയില് ഡാൻസർ ആയിരുന്നു. കുടുംബം മുഴുവൻ കലാകാരാണോ? ഇല്ല, പുള്ളി അസിസ്റ്റന്റ് കൊറിയോഗ്രാഫർ ആയിരുന്നു. സജന മാമിന്റെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മഹീന്ദ്രയില് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ബിസിനസ് ആയിട്ട്. പ്രണയമായിരുന്നു. ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. പുള്ളി ഹിന്ദു. പ്രണയിച്ച വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കുന്നത് ഒരു ഭാഗ്യമല്ലേ? അതെ, സത്യം. പിന്നെ എന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് പുള്ളിക്കാരൻ. ഈ ഫീൽഡിനെ പറ്റി എല്ലാം അറിയാം. അതുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്നത് അതൊക്കെയാ, പ്രശ്നങ്ങളും കാര്യങ്ങളും. പക്ഷെ അതൊന്നുമില്ല. ദൈവം സഹായിച്ച് അവിടുത്തെ ഫാമിലിയും എന്റെ ഫാമിലിയും ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് അങ്ങനെ